പലപ്പോഴും പ്രാർത്ഥന പായിലേക്ക് പോകുന്നത് സങ്കടത്തോടു കൂടിയായിരിക്കും. പ്രാർത്ഥന പായിൽ നിന്നും എഴുന്നേൽക്കുന്നതും സങ്കടത്തോടു കൂടിയായിരിക്കും. അത്യുന്നതന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ മനുഷ്യനായി വന്ന നസ്രയനായ യേശുവിന്റെ സത്യ ഏകദൈവത്തിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. തികച്ചും ആകസ്മികമായിട്ടായിരിക്കും പലപ്പോഴും പ്രതിസന്ധികൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അത്തരം അവസ്ഥകളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥകളുടെയൊക്കെ നടുവിൽ നിന്നുകൊണ്ട് വളരെയധികം ക്ലേശം അനുഭവിക്കുമ്പോൾ സങ്കടപ്പെടാനും ആകുലപ്പെടാനുമുള്ള അത്തരം അവസ്ഥകൾ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു മെസ്സേജിൽ കൂടി ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അത്തരമൊരു അവസ്ഥയിൽ കൂടിയാണ് ഇസ്രായേൽ മക്കളും അന്ന് കടന്നുപോയത്. 400 വർഷത്തെ അടിമപ്പണിക്ക് ശേഷമാണ് മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ മക്കളെ യഹോവ പുറത്ത് കൊണ്ടുവരുന്നത്. അവരുടെ പലായന സമയത്ത് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ ചെങ്കടലിൻ്റെ മുമ്പിലായിട്ട് വന്ന് തമ്പടിക്കുന്ന ആ ഒരു അവസ്ഥയിൽ അവർ കാണുന്നത് ഫറവോന്റെ സൈന്യവും വളരെ വലിയ സൈന്യവും ഏകദേശം 600ഓളം തേരുകളും കുതിരപ്പടയാളികളും സൈന്യാധിപന്മാരുമായിട്ടുള്ള വലിയ സംഘമാണ് അവരെ പിന്തുടർന്ന് വരുന്നത്. ഈ ഒരു അവസ്ഥയിൽ അവർക്ക് തന്നെ അറിയാം അവർക്ക് രാജാവിനെയും രാജാവിന്റെ സൈന്യത്തെ നേരിടാനുള്ള ഒരു കരുത്തുമില്ല എന്നുള്ളത്. ആ ഒരു അവസ്ഥയിൽ അവർ കാണുന്നത് പൂർണ്ണമായ തകർച്ചയാണ്, പൂർണ്ണമായ തോൽവിയാണ്. ഫറവോന്റെയും അവരുടെ സൈന്യത്തിൻ്റെയും കൈകൾ കൊണ്ട് അവരുടെ മരണം സുനിശ്ചിതമാണെന്ന് പറഞ്ഞിട്ട് അവർ കരയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു അവസരത്തിൽ മോശ അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയൊരു സത്യമുണ്ട്. ഈ ഒരു സത്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്നും ഓർമ്മിച്ച് വെക്കുക. മോശ അവരോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഉറച്ച് നിൽക്കുക. യഹോവ നിങ്ങൾക്ക് വേണ്ടി പോരാടും. നിങ്ങൾ ചെയ്യേണ്ടത് ഉറച്ചു നിൽക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇന്ന് കാണുന്ന ഇസ്രായേൽ മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും നിങ്ങൾ കാണത്തില്ല എന്നുള്ളൊരു വാക്കുകൂടി മോശ അവരോട് പറയുന്നുണ്ട്. നിങ്ങൾ യഹോവയുടെ രക്ഷ കാണും എന്നും മോശ അവരോട് പറയുന്നുണ്ട്. ഇതിനുശേഷം നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് സംഭവിച്ചതെന്ന്. ഇസ്രായേൽ മക്കളോട് മുമ്പോട്ട് പോകാനാണ് യഹോവ പറയുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് യഹോവ വൻ കിഴക്കൻ കാറ്റടിച്ച് വെള്ളത്തിന് 2 വശത്തായിട്ടും നിലനിർത്തി, അല്ലെങ്കിൽ നടുക്കുകൂടി ഒരു വഴി ഉണ്ടാക്കി ഉണങ്ങിയ നിലത്തുകൂടെ ഇസ്രായേൽ മക്കളെ അക്കരെ കടത്തുന്നതായിട്ടാണ്. മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞതുപോലെ തന്നെ അവരുടെ കണ്ണുകൾ കൊണ്ട് കാണുകയാണ് മിസ്രൈമ്യരെല്ലാവരും ആ ഒരു കടലിന്റെ തീരത്ത് മരിച്ച് കിടക്കുന്നതായിട്ട്. അവരുടെ കണ്ണുകൾ കൊണ്ട് തന്നെ യഹോവയുടെ രക്ഷ കണ്ട് അവർ വിശ്വസിക്കുന്നതായിട്ടാണ് പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ക്രിപ്ചറിൽ കൂടി നമ്മൾ വായിച്ചു കാണുന്നത്. യഹോവയുടെ രക്ഷ കാണണമെങ്കിൽ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതിയെന്നാണ് മോശ അവരോട് പറയുന്നത്. ഉറച്ച് നിൽക്കുക, ഭയപ്പെടരുത്, ഉറച്ചു നിൽക്കുക. ഉറച്ചു നിൽക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ ഒരു അവസ്ഥയിൽ ഇസ്രായേൽ മക്കളെ കൊണ്ട് മിസ്രൈമ്യരെ യുദ്ധം ചെയ്യിപ്പിച്ച് തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്നുള്ളത് യഹോവയ്ക്ക് നന്നായിട്ട് അറിയാം. യഹോവ ഒരുപാട് തവണ ഇസ്രായേൽ മക്കളെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. യഹോവ യുദ്ധം ചെയ്യിപ്പിച്ചിട്ടുമുണ്ട്, യഹോവ യുദ്ധം ചെയ്തിട്ടുമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല പ്രതിസന്ധികളും ഇങ്ങനെയാണ്. നമ്മളെ കൊണ്ട് ഒരിക്കലും വരുത്താൻ കഴിയത്തില്ലാത്ത അവസരങ്ങളിലും യഹോവ നമുക്ക് വേണ്ടി പോരാടാൻ, യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ എപ്പോഴും തയ്യാറാണ്. പക്ഷെ മോശ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഉറച്ച് നിൽക്കുക, ആകുലപ്പെടരുത്. ആകുലപ്പെടരുത്, ഭയപ്പെടരുത്, പരിഭ്രമിക്കരുത് എന്ന് ബൈബിളിലുടനീളം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലെല്ലാം പറയുന്നതാണ്. 365 പ്രാവശ്യത്തിൽ അധികമായിട്ടാണ് ഡു നോട്ട് ബി അഫ്രൈഡ് എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്ന് വെച്ചാൽ യഹോവ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിരിക്കുകയാണ്, ഡു നോട്ട് ബി അഫ്രൈഡ്, ഡു നോട്ട് ബി അഫ്രൈഡ്. ആകുലപ്പെടരുത്, ഭയപ്പെടരുത്, പരിഭ്രാന്തിപ്പെടരുത്. നമ്മളൊക്കെ പലപ്പോഴും ആകുലപ്പെടുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ, നാളെക്കുറിച്ചുള്ള വിചാരത്താൽ നമ്മൾ സങ്കടപ്പെടുമ്പോൾ, നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള വിശ്വാസം ചോർന്നു പോവുകയാണ്. ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് ഇല്ലാതാവുമ്പോഴാണ് നമ്മൾ ആകുലപ്പെടുന്നത്. പലപ്പോഴും പ്രാർത്ഥന പായിലേക്ക് പോകുന്നത് സങ്കടത്തോടു കൂടിയായിരിക്കും. പ്രാർത്ഥന പായിൽ നിന്നും എഴുന്നേൽക്കുന്നതും സങ്കടത്തോടു കൂടിയായിരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പലപ്പോഴും ഒരുപാട് വർഷങ്ങളായിട്ട് പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും ഉത്തരം കിട്ടാത്തവരായിട്ടുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക. ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഭയപ്പെടാതെ യഹോവയുടെ വചനത്തിൽ അവന്റെ വിശ്വസ്തതയിൽ ആശ്രയിക്കുക എന്നതാണ്. ഉറച്ചു നിൽക്കാൻ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നു എന്നുള്ളത് നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കുക.
നമ്മുടെ പ്രാർത്ഥനകൾ വിഫലമാകുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുന്നത് യഹോവ കേൾക്കാഞ്ഞിട്ടോ കാണാഞ്ഞിട്ടോ യഹോവയ്ക്ക് ശക്തി ഇല്ലാഞ്ഞിട്ടോ യഹോവ പോരാടാൻ മടിക്കുന്നതോ ഒന്നും കൊണ്ടല്ല. മോശയുടെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. ഉറച്ച് നിൽക്കുക. യഹോവ യുദ്ധം ചെയ്യണമെങ്കിൽ, യഹോവ പോരാടണമെങ്കിൽ, യഹോവയുടെ ശക്തി അല്ലെങ്കിൽ യഹോവയുടെ രക്ഷ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണണമെങ്കിൽ ഉറച്ച് നിൽക്കേണ്ടതാണ്. യഹോവയുടെ വിശ്വസ്തതയിൽ, അവൻ്റെ പ്രോമിസസുകളിൽ നമ്മൾ ഉറച്ച് നിൽക്കുക. ഭയത്തിന് ഒരു കാരണവശാലും നമ്മൾ ഇട കൊടുക്കരുത്. ഭയം, ആകുലത നമ്മളെ ഭരിക്കുമ്പോൾ വിശ്വസ്തത ചോർന്നു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി വീണ്ടും വീണ്ടും വചനത്തിൽ നിങ്ങളെ ശക്തീകരിക്കാൻ ശ്രമിക്കുക. ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിച്ച് ഇസ്രായേൽ മക്കളെ അക്കരെ കടത്തി അതേ ശക്തി, അതേ വൻശക്തി, അതേ മിറക്കിൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും യഹോവയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയും. യുദ്ധം യഹോവ ചെയ്യുമ്പോൾ ഉറച്ച് നിൽക്കുക മാത്രമാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത്. ഉറച്ചു നിൽക്കുക. അവൻ്റെ വിശ്വസ്തതയിൽ, അവൻ്റെ സ്നേഹത്തിൽ, അവൻ്റെ ശക്തിയിൽ, അവൻ്റെ വിശ്വസ്തതയിൽ നമ്മൾ വിശ്വസിക്കുക. വലിയ മിറക്കിൾസ് നമ്മളെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഉറച്ച് നിൽക്കുക. ആകുലതയ്ക്ക് ഒരിക്കലും ഇട കൊടുക്കരുത്. ആകുലത കൊണ്ടുവരുന്നത് സാത്താനാണ്. ആകുലത വരുമ്പോഴൊക്കെ പറയാനുള്ള ഒരുപാട് വചനങ്ങൾ ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. യഹോവയുടെ രക്ഷ, ഞാൻ ആരെ പേടിക്കും? ഭയപ്പെടേണ്ട ഇസ്രായേലേ, ഞാൻ നിന്നെ എൻ്റെ നീതിയുള്ള വലത് കരം കൊണ്ട് പിടിച്ചിരിക്കുന്നു. അവൻ്റെ വിശ്വസ്തതയിൽ ആശ്രയിക്കുക. മറ്റൊന്നിലുമല്ല, അവൻ്റെ വിശ്വസ്തത. യഹോവ എത്ര നല്ലവനാണെന്നുള്ള കാര്യം നിങ്ങളുടെ ചിന്തകളിൽ കൊണ്ട് നടക്കുക. പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവരോട് ആകുലപ്പെടാതിരിക്കാനാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. യഹോവയുടെ വിശ്വസ്തതയിൽ ഉറച്ചു നിൽക്കുമ്പോൾ ചെങ്കടൽ രണ്ടായിട്ട് പിളർന്നു പോയതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ യഹോവ നിങ്ങൾക്ക് വേണ്ടി പോരാടി മാറ്റുന്നതായിരിക്കും. ഇസ്രായേൽ മക്കൾ മിസ്രൈമ്യരെ പിന്നീട് ഒരിക്കലും കണ്ടില്ല. മോശ പറഞ്ഞതുപോലെ തന്നെ യഹോവയുടെ രക്ഷ അവർ കണ്ടു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടുന്ന വൻ പ്രതിസന്ധികൾ, വൻ പ്രശ്നങ്ങളൊക്കെ ഇനിയും നിങ്ങൾ ഒരിക്കലും കാണത്തില്ല. ഉറച്ച് നിൽക്കുക. ഒരിക്കലും ആകുലരാകരുത്. Come fall in love with Jesus and fall in love with the word of God.